അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എന്തെല്ലാം മുത്തുമണികളെ, സ്വന്തം തന്നെയാണോ? സാബി വ്ളോഗല്ല, സാബിറ വ്ളോഗാണ്. സാബി വ്ളോഗ് കാണുന്നില്ല, അത് കിട്ടണം ഇൻഷാ അല്ലാ. ഈ ഈ ചാനൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതിനെ വന്നത് നിങ്ങളറിയാം. ഒരുത്തൻ എന്നെ വല്ലാണ്ട് അങ്ങ് ചൊറിയുന്നു. ആരാന്നാ നിങ്ങൾക്കറിയാവാ? മനസ്സിലായി. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നേരായ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മതം പഠിച്ച ഒരു മതപണ്ഡിതന്റെ കടമ. അത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്, അദ്ദേഹത്തിന്റെ കടമയാണ്. അത് പണ്ടുകാലം മുതലേ മതപണ്ഡിതന്മാർ ചെയ്തു വരുന്നു. വളരെ ശരിയാണ് മോനെ. ഇന്ത്യ പിന്നേനും കളിയാക്കിയ സാബീത്താക്ക് സിറാജുദ്ദീൻ കൊടുത്ത മറുപടി എന്നാണ് അവന്റെ ഹെഡിങ്ങിലല്ല താഴെ കൊടുത്തത്. എന്നാ ഷംഹീദ് ഓഫീസിൽ നല്ലുള്ള വരാണ് ചങ്ങായി, നിങ്ങൾക്ക് അറിയാലോ. മോനെ മതപണ്ഡിതൻ തന്നെയാണ്, ഞമ്മക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണം. ഈ ഒന്നെന്നുള്ള അലിഫെന്ന് പഠിപ്പിച്ച ഉസ്താദുമാരാണ് ഞമ്മക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. മതപണ്ഡിതൻ തന്നെയാണ്. ഞാൻ അതിലൊന്നും ലംഘിക്കുന്നില്ലല്ലോ, ഞാൻ ആരെയും കുറ്റവും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ ഇന്നോട് പറയാം, എൻ്റെ ഉസ്താദിനോടല്ല, ഇന്നോട് പറയാം. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാതെ ആണല്ലോ നീയും എന്നെ പറ്റി പറയുന്നത്. ഞാൻ എന്താണോ എൻ്റെ പൊന്നാര ഉസ്താദിനോട് പറഞ്ഞത് എന്ന് നീ അറിയാതാണല്ലോ പറഞ്ഞത്. എനിക്ക് നിങ്ങളെ പേറ്റിലെല്ലാം പരാതി കൊടുക്കാം. പക്ഷേ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്താന്നാ, ഞാൻ പറഞ്ഞ വാക്ക് സമൂഹത്തിൽ ലോകത്തിൽ കാട്ടിക്കൊടുക്കാതെ മറ്റുള്ള വാക്കുകൾ കാട്ടിക്കൊടുത്തുകൊണ്ട് പലരിൽ നിന്നും എന്നെ മോശമായിട്ടുള്ള കമന്റ് ഇടിയിപ്പിക്കുന്ന നിങ്ങളെ പേറ്റിൽ എനിക്ക് കൊടുക്കാം, പരാതി കൊടുക്കാം. മനസ്സിലായോ? അന്നും ഇന്നും അത്തരത്തിൽ അവർ സമൂഹത്തോട് നന്മ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പണ്ടുകാലങ്ങളിൽ മതപണ്ഡിതർ അതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന സമയത്ത് അത് ശ്രദ്ധയോടുകൂടി വളരെയധികം ബഹുമാനത്തോടുകൂടി കേട്ടിരുന്ന തലമുറയിൽ നിന്നും ഇന്നത്തെ തലമുറ വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞു. പണ്ടെങ്ങനെ വയൽ നോക്കാൻ പോയെന്നറിയാ പൊന്നുമോനെ? ഇപ്പം ഓപ്പൺ സ്റ്റേജ്. പണ്ടെങ്ങനെയാന്നാ, ഞാനെല്ലാം ചെറിയ എൻ്റെ 10, 15, 12 വയസ്സിലെ വയൽ നോക്കാൻ പോയിട്ട്, 15 16 വയസ്സിലേക്ക് മംഗലം കഴിച്ചു പോയിട്ട് ചൂട്ടയും കത്തിച്ചിട്ട് പോയതാ ഞാൻ. അന്ന് വയൽ തലച്ചോറ്റ് കയറിപ്പോയിട്ടാണ് വയൽ തന്നെ ഇങ്ങനെ പറയുന്നത്. അന്നെങ്ങനെയാന്നാ പൊന്നുമോനെ, അന്നത്തെ പെണ്ണുങ്ങൾ നല്ലോണം കേൾക്കലുണ്ട്. അന്നത്തെ പെണ്ണുങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നത് പറഞ്ഞല്ലോ പൊന്നെ. അന്നത്തെ പെണ്ണുങ്ങൾ അന്നത്തെ എങ്ങനെയും എങ്ങനെയും വയൽ വെക്കും പോയേ. ഒട്ടാകെ ഓല കൊണ്ടൊക്കെ മറച്ച് ഭയങ്കരാക്കി വെച്ച് എന്നിട്ടല്ലേ വയൽ പറഞ്ഞത്. നമ്മൾ ഉസ്താദിനെ കാണുവാ, ഞാനിങ്ങനെ കണ്ണിക നീക്കിയിട്ട് നോക്കല. ഉസ്താദിനെല്ലാം കണ്ടിട്ട് ചെറിയ കുട്ടിയല്ലേ ഞാൻ. ഇന്നത്തെ ആൾക്കാർക്കെല്ലാം ബുദ്ധിയുണ്ട് മോനെ, ബുദ്ധിയുണ്ട് ഇന്നത്തെ ആൾക്കാർക്കെല്ലാം. ഇന്ന് ഞങ്ങളോട് പറയാൻ പോലെ ഇപ്പോഴുള്ള പെൺകുട്ടികളോട് പറയാൻ പറ്റുക? ഞങ്ങളോട് പറയും പോലെ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പറയാൻ പറ്റുക? ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്തുകൊണ്ടാ പിന്നെ ജോലി ആയിട്ടാ കല്യാണം വേണ്ടു, പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇപ്പം കല്യാണം വേണ്ട എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ബുദ്ധിയുണ്ട്. അന്ന് അവരെ രക്ഷിതാക്കൾ കാണുന്നുണ്ട്. ബാപ്പാനോട് 10 ഉറുപ്പ്യക്ക് ചോദിക്കുകയും ചുരിദാറിന് ചോദിക്കുകയും വീട് സാധനത്തിന് ചോദിക്കുകയും വീടെടുക്കാൻ ഒക്കെ ചോദിക്കുമ്പോൾ പൈസ ഇല്ല 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 എന്നും പറഞ്ഞ് കൊടുക്കാണ്ട് നിൽക്കുന്ന ഒരുപാട് ഉപ്പാറുണ്ട്. പിന്നെ പ്രായവും ഒന്നും പിന്നെ ഞാൻ കടക്കുന്നില്ല പൊന്നു മോനട്ടാ. അതുകൊണ്ട് നമ്മളെ പൊന്നാര ഉസ്താദുമാർ പറഞ്ഞു തരുന്നത് തന്നെയാ ഞമ്മക്ക് നല്ലത് തന്നെ പറഞ്ഞിരുന്നത്. അത്രയും യൂട്യൂബ് കൂടി അല്ലാത്തതിൽ കൂടിയും പിന്നെ മഹലിൽ കൂടി നമ്മളോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങൾ തന്നെ പണ്ടേ ഭക്ഷണമായി പോകും. മുസ്ലിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല, മുസ്ലിം ആണുങ്ങളും പണ്ടേ പിടുത്തം വിട്ട ലെവലങ്ങ് വിട്ടുപോവുകയാണ്. അത്രയും ഹലാലാണ്, ഹറാമാണ്, കുറ്റമാണ്, നരകമാണ്, അങ്ങനെ പെണ്ണുങ്ങളെ കളിക്കല്ല, അങ്ങനെ ആണുങ്ങളെ കളിക്കല്ല എന്ന് നമ്മളെ പൊന്നാന ഉസ്താദുമാർ പറഞ്ഞത് കൊണ്ടും ഇപ്പം യൂട്യൂബ് ഉള്ളത് കൊണ്ടും യൂട്യൂബിൽ കൂടി പറഞ്ഞത് കൊണ്ടുമാണ് നമ്മളെ മുസ്ലിങ്ങൾ അത്രയും നമ്മളിങ്ങനെ അച്ചടക്കം ഉണ്ടാകുന്നത്.
ഇല്ലെങ്കിൽ കയറൂരി വിട്ടതുപോലെ ആകും. പൊന്നുമോനെ കേൾക്കുന്നുണ്ടാ? അനക്ക് ഇന്നോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ധൈര്യത്താ എന്തിനാ താത്ത ഈ നല്ല മാസത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഉസ്താദുമാരെയും തെറി വിളിച്ച് പണ്ഡിതന്മാരെ പറയുന്നത്? അതമ്മക്ക് നോക്കി വെക്കാം. പണ്ഡിതന്മാരെ പറയുന്നത് അതാണ് ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി സംസാരിച്ചതാണ് ഞാൻ. എൻ്റെ പൊന്നാര മക്കളെ നിങ്ങൾ പറയണേ. പല സദസ്സിൽ വെച്ചും പല മഹലിൽ വെച്ചിട്ടും അത് പറയണേ. പല ആണുങ്ങളുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യനെയും മക്കളെ ഇട്ടേച്ച് പോയിട്ട് ഭാര്യയും മക്കളും വിഷമത്തിലാകുന്നു. മുത്താരമ്പായ മുത്തു നബി എങ്ങനെയാണോ ഭാര്യമാരെ പോറ്റിയത്, ഭാര്യമാരെ നോക്കിയത്, അതുപോലെ ആണുങ്ങളെ നിങ്ങൾ നോക്കണേ. പല ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളെ മക്കളെ ഇട്ടേച്ച് പോയി കിടന്ന്. അതൊന്ന് പ്രസംഗിക്കണേന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ വിഷയം എവിടെയും കാണിക്കാതെ പെണ്ണുങ്ങളെ മാത്രം പറയുന്നു എന്നും പറഞ്ഞ് കാണിച്ചിട്ടാണ് ഇപ്പം ഇവനും ഈ വീഡിയോസ് ഇടുന്നത്. ഇതെല്ലാം കേൾക്കുമ്പം നല്ല വിഷമം എനിക്കുണ്ട്. കാരണം ഞാൻ ചെയ്ത വീഡിയോസ് കംപ്ലീറ്റ് കേൾപ്പിച്ചും കൊണ്ടാണ് ഏതാൾക്കാരും എന്നെ പറ്റി വീഡിയോസ് ചെയ്തെങ്കിൽ ഞാനൊന്നും പ്രതികരിക്കൂല, ഞാനൊന്നും പറയൂല. പക്ഷേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ വാക്കുകൾ അത് എവിടെയും കേൾപ്പിക്കാതെ ഞാൻ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം എന്ന് പറഞ്ഞത് മാത്രം കേൾപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത മോനെ നിന്നോടാണെങ്കിലും മറ്റുള്ളവരെ എന്നോട് പൊരുത്തപ്പെടിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ സമൂഹത്തിന് ലോകത്തിന് വേണ്ടി പറഞ്ഞ വാക്കുകൾ കേൾപ്പിക്കാതെ മറ്റു വാക്കുകൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് പല ആൾക്കാരിൽ നിന്നും എനിക്ക് മോശമായി കമന്റ് ഇടിയിപ്പിച്ച് എന്നെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് വീഡിയോ കമന്റ് ഇടിയിപ്പിച്ച് നിങ്ങളാണ് കുറ്റക്കാര. അത് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് പൊരുത്തപ്പെടുള്ളൂ മക്കളെ. നിങ്ങൾ എന്തൊക്കെയോ ഇപ്പം വിളിച്ചു പറഞ്ഞ് പൈസ ഉണ്ടാക്കിക്കോ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, പ്രശ്നവുമില്ല. പക്ഷേ നിനക്കൊന്നും ഞാൻ മറുപടി തന്നില്ലെങ്കിൽ നീ പറയുന്നതാണ് ശരി, നീ കാട്ടുന്നതാണ് ശരി, നിന്റെ കമന്റ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ശരി എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനാണ് ഞാൻ ഇത്തരം മറുപടികൾ നിങ്ങൾക്ക് തരുന്നത്. അല്ലാണ്ട് പൊന്നു മോനെ, എനിക്ക് ഉസ്താദുമാരോട് വിരോധമില്ല, ഒരാളോടും വിരോധമില്ല. ഞാൻ ഇന്ന് 2 വരി ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ എൻ്റെ ആരംഭായ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ വാക്കൊന്നും ഒരേടിയും കാണിക്കൂല. ഞാൻ നല്ല നല്ല വേർഡുകൾ പറഞ്ഞത് എവിടെയും അവർ ചാനലിൽ കാണിക്കുന്നില്ല മക്കളെ. അങ്ങനെ കാണിക്കാണ്ട് മറ്റു വാക്കുകൾ മാത്രം കാണിച്ചുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തി കമന്റ് ഇടിയിപ്പിക്കുന്ന നിങ്ങൾ അള്ളാഹുവിനോട് ഉത്തരം പറയണം. എന്നെ കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കുകയും വേണം. എന്തുവായിക്കോട്ടെ, ഇതിൻ്റെതായ കമന്റ് വരും. നീ ആരാണ് എന്നിട്ടും നീ പണ്ഡിതനെ പറയുന്നല്ലേ എന്ന്. ഞാൻ എവിടെയാണ് പണ്ഡിതനെ കുറ്റം പറഞ്ഞത്? ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എവിടെയും കാണിക്കുന്നില്ല മക്കളെ, എവിടെയും കാണിക്കുന്നില്ല. എൻ്റെ ഈ വീഡിയോസിൻ്റെ താഴെ കമന്റ് ഇടുന്നവരും ഉസ്താദായാലും വരാലും കമന്റ് താഴെ ഇടുന്നവർ നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങളും കുറ്റക്കാരായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ വാക്കുകൾ ഇവരാരും പുറം ലോകത്ത് കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ഇവരാരും പുറം ലോകത്ത് കാണിക്കുന്നില്ല. അത് എനിക്ക് നല്ല വിഷമമുണ്ട്. അത് എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിപ്പിക്കുന്ന നിങ്ങൾക്കാണ് ശിക്ഷ. ദുനിയാവൊന്നും ആഹൃത്തും എന്നെ കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടിപ്പിച്ചിട്ടുണ്ടെങ്കിലേ സംഗതി നടക്കുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അവൻ്റെ ഒന്നും അധികം ഞാൻ കാണിക്കുന്നൊന്നുമില്ല, കുറ്റവും കുറവും തന്നെയാണ് പറയുന്നത്. പക്ഷെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത് ഏതൊരാളായാലും ഞാൻ പറഞ്ഞ വാക്കുകൾ സമൂഹത്തിൽ കാണിക്കുന്നില്ല. അത് കാണിക്കാത്തത് കൊണ്ടാണ് എവനും ആ കുറ്റത്തോടു കൂടി എന്നെ കുറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്തത്. ഞാൻ പറഞ്ഞ വാക്കുകൾ കാണിക്കുന്നില്ല, എവിടെയും കാണിക്കുന്നില്ല. അത് നിങ്ങൾ അല്ലായിട്ടായിക്കോ, ഞാൻ അല്ലാഹു നീട്ടിക്കൊടുത്തു. അപ്പം അവനോട് പൊന്നുമോനെ ഇന്നോട് ഞാൻ പറയുകയാണ് ഷംനാദ് ഷഹീദ് ഓഫീസ് എന്നുള്ള ആളെ എനിക്കറിയാം കേട്ടോ. അഞ്ഞോളെ പറയുന്നത് ഞാൻ ഇനി ഒന്നും കാണാണ്ടൊന്നും വീഡിയോസ് ചെയ്യണ്ട കേട്ടാ. കാരണം വെച്ചാൽ വെറുതെ കുറ്റത്തിലാകണ്ട. പൈസ കിട്ടും, ഡോളർ കിട്ടും, നമുക്ക് യൂട്യൂബിനെ മുതലാളിൻ്റെ കടമയാണ്, തരും. പക്ഷേ കുറ്റവും കുറവും വന്ന് പറയണ്ട. ആരും ഞാൻ പറഞ്ഞ വാക്കുകൾ കാണിച്ചിട്ടില്ല, ഞാൻ സമൂഹത്തിന് വേണ്ടി പറഞ്ഞ വാക്കുകൾ കാണിച്ചിട്ടില്ല. ആയിക്കോട്ടെ, അല്ലാഹുവേ എനിക്ക് നീ മതി റബ്ബേ.
അവരെന്താണോ പറയുന്നത്, എന്തെന്നാണോ കാട്ടുന്നതെന്ന് നിനക്കറിയാലോ അല്ലാഹുവേ. അല്ലാഹുവേ. ഓക്കെ മക്കളെ, ബൈ.